ലോഗോസ് കിസ് 2025 പാഠഭാഗങ്ങൾ. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം. സാംസൺ ഗാസയിലേക്ക് പോയി അവിടെ ഒരു സ്വൈരണിയെ കണ്ടുമുട്ടി അവളോടുകൂടെ ശയിച്ചു. സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് ഗാസ നിവാസികൾ അറിഞ്ഞു. അവർ അവിടം വളഞ്ഞു രാത്രി മുഴുവൻ പട്ടണവാതിൽക്കൽ പതിയിരുന്നു. പ്രഭാതം വരെ കാത്തിരിക്കാം, രാവിലെ അവനെ നമുക്ക് കൊല്ലാം എന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ നിശ്ചലരായിരുന്നു. എന്നാൽ സാംസൺ പാതിരാവരെ കിടന്നു. പിന്നെ എഴുന്നേറ്റ് പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടെ പറിച്ചെടുത്ത് തോളിൽ വെച്ച് ഹെബ്രാൻ്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയി. സാംസണും ദലീലായും. അതിനുശേഷം സോറേക്ക് താഴ്വരയിലുള്ള ദലീല എന്ന സ്ത്രീയെ അവൻ സ്നേഹിച്ചു. ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, സാംസണെ നീ വശീകരിക്കണം. അവൻ്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്ന് അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും മനസ്സിലാക്കണം. ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് 1100 വെള്ളി നാണയം തരാം. ദലീല സാംസണോട് പറഞ്ഞു, നിന്റെ ഈ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക. സാംസൺ മറുപടി പറഞ്ഞു, ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി കുറഞ്ഞു ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. അപ്പോൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ടുവന്നു. ദലീല അവ കൊണ്ട് അവനെ ബന്ധിച്ചു. ഉൾമുറിയിൽ അവൾ ആളുകളെ പതിയിരുത്തിയിരുന്നു. അതിനുശേഷം അവൾ അവനോട് പറഞ്ഞു, സാംസൺ, ഇതാ ഫിലിസ്ത്യർ നിന്നെ വളഞ്ഞിരിക്കുന്നു. എന്നാൽ അഗ്നി ചണനൂലിനെ എന്ന പോലെ അവൻ ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞു. അവൻ്റെ ശക്തിയുടെ രഹസ്യം പുറത്തായില്ല. ദലീല സാംസണോട് പറഞ്ഞു, നീ എന്നെ കബളിപ്പിച്ചു, എന്നോട് നുണ പറഞ്ഞു. എങ്ങനെ നിന്നെ ബന്ധിക്കാമെന്ന് എന്നോട് പറയുക. അവൻ പറഞ്ഞു, ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ ഞാൻ ദുർബലനായി മറ്റാരെയും പോലെയാകും. അപ്പോൾ ദലീല പുതിയ കയറുകൊണ്ട് അവനെ കെട്ടി. അവനോട് പറഞ്ഞു, സാംസൺ, ഇതാ ഫിലിസ്ത്യർ വരുന്നു. പതിയിരുന്നവർ അകത്തെ ഒരു മുറിയിലായിരുന്നു. കെട്ടിയിരുന്ന കയർ നൂല് പോലെ അവൻ പൊട്ടിച്ചു കളഞ്ഞു. ദലീല സാംസണോട് പറഞ്ഞു, ഇപ്പോഴും നീ എന്നെ കബളിപ്പിച്ചിരിക്കുന്നു. എന്നോട് നീ കളവ് പറഞ്ഞു. നിന്നെ എങ്ങനെ ബന്ധിക്കാമെന്ന് പറയുക. അവൻ പറഞ്ഞു, എൻ്റെ 7 തലമുടി ചുരുളെടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് ചെയ്താൽ മറ്റു മനുഷ്യരെ പോലെ ഞാൻ ബലഹീനനാകും. അവൻ ഉറങ്ങുമ്പോൾ ദലീല അവൻ്റെ 7 തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ചു നെയ്തു. അനന്തരം അവനോട് പറഞ്ഞു, സാംസൺ, ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. അവൻ ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റ് ആണിയും തറിയും പാവും വലിച്ചു പൊളിച്ചു. അവൾ അവനോട് ചോദിച്ചു, നിന്റെ ഹൃദയം എന്നോടുകൂടെ ഇല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും? ഈ 3 പ്രാവശ്യവും നീ എന്നെ അവഹേളിച്ചിരിക്കുന്നു. നിന്റെ അജയ്യ ശക്തി എവിടെ കുടികൊള്ളുന്നെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുമില്ല. അവൾ ഇങ്ങനെ ദിവസം തോറും നിർബന്ധിച്ചു. ആ അലട്ടൽ മരണത്തിന് തുല്യമായി. അവൻ രഹസ്യം തുറന്നു പറഞ്ഞു, ക്ഷൗരക്കത്തി എൻ്റെ തലയിൽ സ്പർശിച്ചിട്ടില്ല. ജനനം മുതലേ ഞാൻ ദൈവത്തിന് നാസീർ വ്രതക്കാരനാണ്. മുടി വെട്ടിയാൽ എൻ്റെ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. അവൻ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ദലീല ഫിലിസ്ത്യരുടെ നേതാക്കളെ വിളിച്ചു പറഞ്ഞു, ഈ പ്രാവശ്യം കൂടി വരിക. അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ പണവുമായി അവളുടെ അടുത്തെത്തി. അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി. ഒരാളെ കൊണ്ട് അവൻ്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ചു. അതിനുശേഷം അവൾ അവനെ അസഹ്യപ്പെടുത്താൻ തുടങ്ങി. അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി. അവൾ പറഞ്ഞു, സാംസൺ, ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. അപ്പോൾ അവൻ ഉറക്കമുണർന്നു പറഞ്ഞു, മറ്റവസരങ്ങളിലെന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും. എന്നെ തന്നെ സ്വതന്ത്രനാക്കും. കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. ഫിലിസ്ത്യർ അവനെ പിടിച്ച് കണ്ണു ചൂഴ്ന്നെടുത്ത് ഗാസയിലേക്ക് കൊണ്ടുപോയി ഓട്ടുചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗൃഹത്തിലാക്കി മാവ് പൊടിക്കുന്ന ജോലിയിൽ ഏർപ്പെടുത്തി.
എന്നാൽ മുണ്ഡനത്തിന് ശേഷവും അവൻ്റെ തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നു. സാംസന്റെ മരണം. ഫിലിസ്തീയ പ്രഭുക്കന്മാർ തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിച്ചു. സന്തോഷിക്കാൻ ഒരുമിച്ച് കൂടി. അവർ പറഞ്ഞു, നമ്മുടെ ദേവൻ ശത്രുവായ സാംസനെ നമ്മുടെ കയ്യിലേൽപ്പിച്ചിരിക്കുന്നു. അവനെ കണ്ടപ്പോൾ ജനങ്ങൾ തങ്ങളുടെ ദേവനെ സ്തുതിച്ചു പറഞ്ഞു, നമ്മുടെ ദേവൻ ശത്രുവിനെ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. അവൻ നമ്മുടെ ദേശം നശിപ്പിച്ചവനാണ്, നമ്മിൽ അനേകരെ കൊന്നവനുമാണ്. സന്തോഷിച്ച് മതിമറന്ന് അവർ പറഞ്ഞു, നമ്മുടെ മുൻപിൽ അഭ്യാസം കാണിക്കുന്നതിന് സാംസനെ വിളിക്കുവിൻ. സാംസനെ അവർ കാരാഗൃഹത്തിൽ നിന്നും കൊണ്ടുവന്നു. അവൻ അവരുടെ മുൻപിൽ അഭ്യാസം പ്രകടിപ്പിച്ചു. തൂണുകളുടെ ഇടയിൽ അവർ അവനെ നിർത്തി. കൈക്ക് പിടിച്ചിരുന്ന ബാലനോട് സാംസൺ പറഞ്ഞു, ഒന്ന് ചാരി നിൽക്കാൻ കെട്ടിടത്തിൻ്റെ തൂണുകൾ എവിടെയെന്ന് ഞാൻ തപ്പി നോക്കട്ടെ. പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട് കെട്ടിടം നിറഞ്ഞിരുന്നു. ഫിലിസ്തീയ പ്രഭുക്കന്മാരെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു. മേൽത്തട്ടിൽ ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ സാംസൺ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, ദൈവമായ കർത്താവേ, എന്നെ ഓർക്കണമേ. ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, എന്നെ ശക്തനാക്കണമേ. ഞാൻ നിന്നോട് ഇപ്രാവശ്യം കൂടി യാചിക്കുന്നു. എൻ്റെ കണ്ണുകളിൽ ഒന്നിന് ഫിലിസ്തരോട് പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. കെട്ടിടം താങ്ങി നിന്നിരുന്ന 2 തൂണുകളെ സാംസൺ പിടിച്ചു. വലതു കൈ ഒന്നിലും ഇടതുകൈ മറ്റതിലും വെച്ച് അവൻ തള്ളി. അവൻ പറഞ്ഞു, ഫിലിസ്തീയരോടുകൂടെ ഞാനും മരിക്കട്ടെ. സർവശക്തിയും ഉപയോഗിച്ച് അവൻ കുനിഞ്ഞു. കെട്ടിടം അതിലുണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെയും മറ്റാളുകളുടെയും മേൽ വീണു. മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികമായിരുന്നു. സഹോദരന്മാരും കുടുംബക്കാരും വന്ന് അവൻ്റെ ശരീരം കൊണ്ടുപോയി സോറായ്ക്കും എഷ്താവോലിനും ഇടയ്ക്ക് പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ സംസ്കരിച്ചു. 20 വർഷമാണ് അവൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്. ചോദ്യോത്തരങ്ങൾ. 16-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ സാംസൺ പോകുന്നത് എവിടേക്കാണ്? ഉത്തരം, ഗാസ. എപ്പോൾ വരെ കാത്തിരിക്കാം എന്നാണ് ഗാസ നിവാസികൾ പറഞ്ഞത്? ഉത്തരം, പ്രഭാതം വരെ. പട്ടണപ്പടിപ്പുരയുടെ വാതിൽ എന്തോടുകൂടെയാണ് സാംസൺ പറിച്ചെടുത്തത്? ഉത്തരം, കട്ടിളക്കാലോടുകൂടി. ഹെബ്രോൻ്റെ മുന്നിലുള്ള മലമുകളിലേക്ക് പോയ ശേഷം സാംസൺ സ്നേഹിച്ച സ്ത്രീയുടെ പേരെന്ത്? ഉത്തരം, ദലീല. ദലീല വസിച്ചിരുന്ന സ്ഥലം ഏത്? ഉത്തരം, സോറേക്ക് താഴ്വര. ദലീല എന്ന സ്ത്രീയെ കണ്ട് സംസാരിക്കുന്നത് ആര്? ഉത്തരം, ഫിലിസ്തീയരുടെ നേതാക്കന്മാർ. എന്ത് എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും മനസ്സിലാക്കണമെന്നാണ് ഫിലിസ്തീയരുടെ നേതാക്കന്മാർ ദലീലയോട് പറയുന്നത്? ഉത്തരം, സാംസന്റെ ശക്തി. സാംസന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും ഇതിനു പുറമെ എന്തും കൂടി മനസ്സിലാക്കണം എന്നാണ് ഫിലിസ്തീയരുടെ നേതാക്കന്മാർ ദലീലയോട് പറയുന്നത്? ഉത്തരം, അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും. എത്ര പണമാണ് ഫിലിസ്തീയരുടെ നേതാക്കന്മാർ ദലീലയ്ക്ക് വാഗ്ദാനം ചെയ്തത്? ഉത്തരം, 1100 വെള്ളി നാണയം. സാംസൺ രഹസ്യം തുറന്നു പറഞ്ഞതെപ്പോൾ? ഉത്തരം, ആ അലട്ടൽ മരണത്തിന് തുല്യമായി. തൻ്റെ തലയിൽ എന്ത് സ്പർശിച്ചിട്ടില്ല എന്നാണ് സാംസൺ പറയുന്നത്? ഉത്തരം, ക്ഷൗരക്കത്തി. താൻ ദൈവത്തിന് എപ്രകാരമുള്ളവനാണ് എന്നാണ് സാംസൺ പറയുന്നത്? ഉത്തരം, നാസീർ വ്രതക്കാരൻ. എപ്പോൾ മുതൽ താൻ ദൈവത്തിന് നാസീർ വ്രതക്കാരനാണ് എന്നാണ് സാംസൺ പറയുന്നത്? ഉത്തരം, ജനനം മുതലേ. എന്ത് ചെയ്താൽ തൻ്റെ ശക്തി നഷ്ടപ്പെട്ട് താൻ മറ്റു മനുഷ്യരെ പോലെയാകും എന്നാണ് സാംസൺ 4-ാം പ്രാവശ്യം പറയുന്നത്? ഉത്തരം, മുടി വെട്ടിയാൽ. സാംസൺ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ദലീല വിളിച്ചു പറഞ്ഞത് ആരെ? ഉത്തരം, ഫിലിസ്തീയരുടെ നേതാക്കളെ. സാംസൺ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ദലീല ഫിലിസ്തീയരുടെ നേതാക്കളെ വിളിച്ചു പറഞ്ഞത് എന്ത്? ഉത്തരം, ഈ പ്രാവശ്യം കൂടി വരിക, അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു. ഈ പ്രാവശ്യം കൂടി വരിക, അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു എന്ന് ദലീല പറഞ്ഞപ്പോൾ ഫിലിസ്തീയരുടെ നേതാക്കന്മാർ
എന്തുമായാണ് അവളുടെ അടുത്ത് എത്തിയത്? ഉത്തരം, പണവുമായി. ദലീല സാംസനെ ഉറക്കിക്കിടത്തിയത് എവിടെ? ഉത്തരം, മടിയിൽ. ദലീല ക്ഷൗരം ചെയ്യിപ്പിച്ചത് എന്ത്? അവൻ്റെ തലയിലെ 7 മുടിച്ചുരുളുകളും. ദലീല സാംസന്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിപ്പിച്ചത് ആരെക്കൊണ്ട്? ഉത്തരം, ഒരാളെ കൊണ്ട്. തൻ്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യപ്പെട്ടപ്പോൾ സാംസനെ വിട്ടുപോയത് എന്ത്? അവൻ്റെ ശക്തി. സാംസന്റെ തലയിലെ മുടിച്ചുരുളുകൾ ക്ഷൗരം ചെയ്തതിന് ശേഷം ദലീല അവനോട് പറഞ്ഞത് എന്ത്? സാംസൺ, ഫിലിസ്തീർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. തന്നെ താൻ എന്തു ചെയ്യും എന്നാണ് സാംസൺ പറയുന്നത്? ഉത്തരം, സ്വതന്ത്രനാക്കും. എന്തു കാര്യം സാംസൺ അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്? ഉത്തരം, കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം. ഫിലിസ്തീർ സാംസനെ പിടിച്ചുകൊണ്ടുപോയത് എവിടേക്ക്? ഉത്തരം, ഗാസയിലേക്ക്. ഫിലിസ്തീർ സാംസനെ ഗാസയിലേക്ക് കൊണ്ടുപോയത് എപ്രകാരം? ഉത്തരം, കണ്ണ് ചൂഴ്ന്നെടുത്ത്. ഫിലിസ്തീർ സാംസനെ ഗാസയിലേക്ക് കൊണ്ടുപോയ ശേഷം അവനെ എവിടെയാണ് ആക്കിയത്? ഉത്തരം, കാരാഗൃഹത്തിലാക്കി. കാരാഗൃഹത്തിലാക്കിയ സാംസനെ ഫിലിസ്തീർ എന്തു ജോലിയിലാണ് ഏർപ്പെടുത്തിയത്? ഉത്തരം, മാവ് പൊടിക്കുന്ന. ഫിലിസ്തീരുടെ ദേവൻ ആര്? ഉത്തരം, ദാഗോൻ. ഫിലിസ്തീയ പ്രഭുക്കന്മാർ തങ്ങളുടെ ദേവനായ ദാഗോന് എന്ത് സമർപ്പിക്കുവാനാണ് ഒരുമിച്ച് കൂടിയത്? ഒരു വലിയ ബലി. സാംസൺ എവിടെയാണ് അഭ്യാസം പ്രകടിപ്പിച്ചത്? ഉത്തരം, ഫിലിസ്തീയരുടെ മുമ്പിൽ. സാംസനെ അവർ എവിടെ നിർത്തി? ഉത്തരം, തൂണുകളുടെ ഇടയിൽ. സാംസനെ കൈപിടിച്ചിരുന്നത് ആര്? ഉത്തരം, ഒരു ബാലൻ. സാംസൺ എന്തിനായാണ് തൂണുകളെ തപ്പി നോക്കാൻ ആഗ്രഹിച്ചത്? ഉത്തരം, ഒന്ന് ചാരി നിൽക്കാൻ. മേൽത്തട്ടിൽ എത്ര സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു? ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ. മേൽത്തട്ടിൽ കൂടിയിരുന്ന സ്ത്രീ പുരുഷന്മാർ എന്താണ് കണ്ടുകൊണ്ടിരുന്നത്? ഉത്തരം, സാംസന്റെ അഭ്യാസങ്ങൾ. സാംസൺ ആരെയാണ് വിളിച്ചപേക്ഷിക്കുന്നത്? ഉത്തരം, കർത്താവിനെ. സാംസന്റെ ആദ്യ പ്രാർത്ഥന എന്തായിരുന്നു? ഉത്തരം, എന്നെ ഓർക്കണമേ. എപ്രകാരം ഫിലിസ്തീയരോട് പ്രതികാരം ചെയ്യാൻ തന്നെ ശക്തിപ്പെടുത്തണമെന്നാണ് സാംസൺ പ്രാർത്ഥിക്കുന്നത്? സാംസൺ പിടിച്ചിരുന്ന 2 തൂണുകളുടെ പ്രത്യേകത എന്ത്? കെട്ടിടം താങ്ങി നിന്നിരുന്ന 2 നെടും തൂണുകൾ. സാംസൺ തൂണുകളെ തള്ളിയത് എപ്രകാരം? വലതു കൈ ഒന്നിലും ഇടതു കൈ മറ്റതിലും വെച്ച്. തൂണുകളെ തള്ളിയപ്പോൾ സാംസൺ പറഞ്ഞത് എന്ത്? ഫിലിസ്തീയരോടുകൂടെ ഞാനും മരിക്കട്ടെ. സാംസൺ സർവശക്തി ഉപയോഗിച്ച് കുനിഞ്ഞപ്പോൾ എന്താണ് വീണത്? ഉത്തരം, കെട്ടിടം. കെട്ടിടം ആരുടെയെല്ലാം മേലാണ് വീണത്? ഉത്തരം, അതിലുണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെയും മറ്റാളുകളുടെയും മേൽ. സാംസൺ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികമായിരുന്നത് ആര്? ഉത്തരം, അവൻ്റെ മരണസമയത്ത് അവൻ കൊന്നവർ. സാംസന്റെ മരണശേഷം അവൻ്റെ ശരീരം കൊണ്ടുപോയത് ആര്? ഉത്തരം, സഹോദരന്മാരും കുടുംബക്കാരും. ആരുടെ ശവകുടീരത്തിലാണ് സാംസനെ സംസ്കരിച്ചത്? ഉത്തരം, അവൻ്റെ പിതാവായ മനോവയുടെ. ഏതെല്ലാം ദേശങ്ങൾക്കിടയിലുള്ള ശവകുടീരത്തിലാണ് സാംസനെ സംസ്കരിച്ചത്? ഉത്തരം, സോറായ്ക്കും എഷ്താവോലിനും. സാംസൺ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? ഉത്തരം, 20 വർഷം. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം, 31.